നീ എന്തിനാ 24 മണിക്കൂർ അവനെ വിചാരിച്ച് കണ്ണീര് മാർത്തോണ്ടിരിക്കുന്നത്? അതിനിവിടെ ആര് കരഞ്ഞ്? പിന്നെ ഇപ്പൊ ഈ കാണിക്കുന്ന എന്തോന്ന്? അത് പഴകഞ്ഞു കുടിച്ചോണ്ടിരുന്നപ്പോ അതിലൊരു കാന്താരി മുളക് കിടന്ന് കടിച്ചു കൊടുത്തു. ഭയങ്കര എരിയമ്മ. അപ്പൊ അടുക്കളയിരുന്ന പഴകഞ്ഞി മൊത്തം നീ എടുത്ത് കുടിച്ചാ? അപ്പൊ ഇന്നും ഞാൻ പട്ടിണിയാ. അതല്ല വിശേഷം ഉണ്ടെന്ന്. ആർക്കെനിക്കാ? അങ്ങനെ വേലയ്ക്ക് പുറത്ത് ഞാൻ വീട്ടിനകത്തിട്ട് കുറെ വിശേഷം ഉണ്ടാവും. അച്ഛൻ നിൽക്കുമ്പോഴാണോ വലിയ വർത്താനം പറഞ്ഞത്? അതല്ലെന്ന്. എടാ നമ്മുടെ ഹേമന്ത് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു. ഓ, ഹേമന്ത് മോൻ വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്ര വലിയ സന്തോഷം. ചുമ്മാതല്ല ഈ വെള്ളക്കോവ ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുക്കനെ പറയുമ്പോ ഇത്ര ദേഷ്യം? നിങ്ങൾക്ക് എപ്പോഴും ഈ ഹേമന്ത് മോന്റെ കാര്യം മാത്രമുള്ള ഒരു മരുമോനില്ലേ കർണേട്ടൻ? ആ കർണേട്ടന്റെ കാര്യം നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അവിടെ ഒരു കരിഞ്ഞ ഏട്ടൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 5 കൊല്ലം തോറ്റിരുന്ന എന്നെ പാരൽ കോളേജിന്റെ മുമ്പിൽ വന്ന് കൈയും കാലും കാണിച്ചിട്ട് എന്നെ കെട്ടിക്കൊണ്ട് പോയി. അല്ല, ഞാൻ അവനോട് എന്ത് തെറ്റ് ചെയ്തെന്ന് നീ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ കർണേട്ട് എത്ര പ്രാവശ്യം പറഞ്ഞ 5 സെന്റ് വസ്തുവിലിരിക്കുന്ന തേക്കൊന്നും മുറിച്ചെടുത്ത് കൊടുക്കുക. ഓ, മോന് മാത്രമുള്ള തേക്ക്, മരുമോന് തേക്ക് കുട്ടിയെ പറ്റത്തില്ലേ? അല്ല, ഈ വാടക വീട്ടിൽ താമസിക്കുന്ന നിനക്കൊക്കെ എന്തിനാണ് ഈ തേക്ക്? അതിനൊരു സർപ്പമഞ്ചൽ കട്ടിലുണ്ടാക്കായി. സർപ്പമഞ്ചല കട്ടില്. അയ്യോ നാത്തൂനെ, അങ്ങനെയല്ല, സപ്രമഞ്ച കട്ടില്. അറിഞ്ഞില്ല MBBS കാരി. ഇതാ വഴിയല്ലേ? ആത്തെന്തായിരുന്നു പരിപാടി? അമ്പലത്തിലൊരു വഴിപാടിന്റെ കാര്യം പറഞ്ഞു. വഴിപാടായിരുന്നല്ലോ, നല്ല കാര്യമായിട്ടായിരുന്നല്ലോ. തോന്നിയസം പറയരുത്. തോന്നിയ ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിലെത്തിക്കണോ അല്ലേ? പുരുഷേട്ടനെങ്ങാനും അറിഞ്ഞാ പിള്ളച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിലെത്തിക്കേണ്ടി വരും. വെട്ടി വെച്ച് ചതറിക്കും. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്ക് എഴുതി വാങ്ങിച്ച കുരുടിമുക്കിൽ 25 സെന്റ് സ്ഥലം. അയ്യോ മാധവ, അത് അയ്യാ മാധവ, അത് എഴുതി തരൊന്നും വേണ്ട. അവിടെ ഇത്തവണ എനിക്ക് വിത്തറക്കണം. അതെന്റെ ഒരു മോഹം. ഞാൻ പടാവല് വിട്ടിരിക്കുക. ആയിക്കോട്ടെ, അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വിത്തറക്കാലോ. ഇറക്കാം. ഉറപ്പാടാം. പോകാൻ വരട്ടെ. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും കൂടെ തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. എന്നാ ചാടിക്കോ മോനെ. ഇന്ന് നീ അവിടെ കക്കാൻ കയറരുത്. ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളെ അത് എന്റെ തലയിലാവും. ഓ, എന്നാ മറ്റന്നാളാവാം. അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും. സ്ഥിരാണല്ലേ? ചാടിക്ക. മാഡത്തിന്റെ സൗന്ദര്യം നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ഒരു ചർച്ചാ വിഷയമാണ്. അയ്യോ, അപ്പോ ആഹാര ക്രമീകരണങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അതായത് ഞാൻ എല്ലാ ഫുഡും കഴിക്കും, പക്ഷെ എനിക്ക് തേന് മാത്രം ഇഷ്ടമല്ല. തേൻ ഭയങ്കര ഡയറ്റിംഗ് ഫുഡല്ലേ? എനിക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേനീച്ചയുടെ വായിന്നല്ലേ ഈ തേനൊക്കെ അത് ശേഖരിച്ചിങ്ങനെ വെക്കുന്നത്. അപ്പൊ എനിക്ക് അത് കഴിക്കുമ്പം അതിന്റെ വായിന്നാണല്ലോ ഈ തേനിങ്ങനെ എടുത്തതും അതൊക്കെ എനിക്ക് ഓർക്കുമ്പോ ഇങ്ങനെ ഓക്കാനം വരും, ഒരു ഇറിറ്റേഷൻ, ഭയങ്കര ഛർദില്. എനിക്ക് അറിയില്ല. മുട്ട ഇഷ്ടമാണ്. അതാകുമ്പോ വായി നല്ലല്ലോ വരുന്നത്. ഷജി, ഇത് കണ്ട? എന്ത്? ഈ ലോകത്ത് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് സന്തോഷമായിട്ടിരിക്കണെന്ന്. ആണോ? അതെങ്ങനെ? അത് ഈ പെണ്ണുങ്ങള് സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല, സത്യമല്ലാത്ത കാര്യങ്ങള് ഭയങ്കരമായിട്ട് വിശ്വസിക്കും. അല്ല, അതെനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ പറഞ്ഞുതരാം, ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. അയ്യോ, ഇങ്ങനെ നോക്കല്ലേ, എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. കണ്ട, ഇതന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്നും ഞാൻ